സിനിമയുടെ ക്വാളിറ്റിയും അതിന് കിട്ടിയിട്ടുള്ള റെക്കഗ്നേഷനും വെച്ച് നോക്കുമ്പോൾ പൊതുവെ നമുക്ക് അണ്ടർ റേറ്റഡ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള മലയാള സിനിമകളാണ് ഈ ഒരു വീഡിയോ സീരീസിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുൻപ് ഈ സീരീസിൽ ചെയ്തിട്ടുള്ള വീഡിയോകളുടെയൊക്കെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്തരത്തിലുള്ള 5 അണ്ടർ റേറ്റഡ് മലയാള സിനിമകൾ പരിചയപ്പെടാം. ടക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്ക് പേഴ്സണലി വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സിനിമയിലെ ഒരു നാൾ ശുഭരാത്രി നേർന്നു എന്ന് തുടങ്ങുന്ന ജോൺസൺ മാഷിൻ്റെ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ സിനിമ കണ്ടിട്ടുള്ള ഒരു ചുരുക്കമായിരിക്കും. പാട്ട് പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഗുൽമോഹർ എന്ന് പറയുന്ന സിനിമ. ജയരാജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നായകനായിട്ട് എത്തിയിട്ടുള്ളത് രഞ്ജിത്താണ്. പ്രശസ്ത തിരക്കഥാകൃത്ത് ദാമോദരൻ മാഷിൻ്റെ മകൾ ദീദി ദാമോദരനാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരക്കഥയും സിനിമയ്ക്കുണ്ട്. രഞ്ജിത്തിലെ എഴുത്തുകാരനെയും സംവിധായകനെയും കൂടാതെ അദ്ദേഹത്തിലെ നടനെ കൂടി നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മലയാള സിനിമയിൽ പുതിയൊരു മാറ്റത്തിന് വഴിതെളിച്ച സംവിധായകനാണ് രാജേഷ് പിള്ള. അദ്ദേഹത്തിന് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഇന്നും ശ്രദ്ധേയമാണ്. പക്ഷേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള അവസാനത്തെ സിനിമ വേട്ട എന്ന് പറയുന്ന ചിത്രം വേണ്ടത്ര ശ്രദ്ധ നേടിയിട്ടില്ല. കുഞ്ചാക്കോ ബോബൻ, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഒരു മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നീങ്ങുന്നത്. ഈ സിനിമയിലെ മെൽവിൻ ഫിലിപ്പ് എന്ന് പറയുന്ന കഥാപാത്രം കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ്. അടുത്തതൊരു ആസിഫ് അലി സിനിമയാണ്. എന്താണെന്നറിയില്ല, നമ്മൾ ഈ അണ്ടർ റേറ്റഡ് സിനിമകളൊക്കെ പറയുമ്പോൾ അധികവും ഇതിൽ ആസിഫ് അലി സിനിമകൾ കടന്നു വരാറുണ്ട്. ഇതൊരു ഫാൻറ്റസി സിനിമയാണ്. മലയാളത്തിൽ അങ്ങനെ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഒരു വിഷയമാണ് ഈ സിനിമയുടെ ഒരു സബ്ജക്റ്റ്. സിനിമയുടെ പേര് ഇബ്ലീസ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് രോഹിത് വി എസ് ആണ്. ആസിഫ് അലിയുടെ ഇനി വരാൻ പോകുന്ന ടിക്കി ടാക്കിയുടെ ഒക്കെ സംവിധായകനാണ് രോഹിത് വി എസ്. ഇതൊരു പ്രത്യേക ടൈപ്പ് സിനിമയാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാത്തവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. എന്ത് തന്നെയായാലും കണ്ടു നോക്കുക. അടുത്ത സിനിമ എന്നെ ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ച പടമാണ്. ഞാനൊരു ഓഫ് ബീറ്റ് സിനിമ കാണുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത്. സിനിമ ഏറെക്കുറെ മുന്നോട്ട് നീങ്ങുന്നു ആ ഒരു താളത്തിലാണ്. പക്ഷേ ഒരു പോയിന്റിൽ വെച്ചിട്ട് സിനിമയിലൊരു സംഗതി കടന്നു വരുന്നുണ്ട്. അത് ആ ഒരു സിനിമയുടെ ഒരു സബ്ജക്റ്റും അതുവരെയുള്ളൊരു ഫ്ലോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും സർപ്രൈസിങ് ആണ് ഒരു സാധനം. അതിനു വേണ്ടി മാത്രമേ സിനിമ കാണാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ പേര് ആർക്കറിയാം. ഈ സിനിമയിൽ ബിജു മേനോൻ, പാർവതി, ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ല കിടിലൻ സിനിമയാണ്. എന്തുകൊണ്ടാണ് അവ ശ്രദ്ധിക്കപ്പെടാതെ പോയി? ആർക്കറിയാം. അവസാനത്തെ സിനിമ 1001 നുണകൾ. ഇതൊരു ക്വാളിറ്റി സിനിമയാണ്. ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ആട്ടം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു വൈബൊക്കെ തരുന്ന സിനിമയാണ്. ഞാൻ സ്റ്റോറി ബേസ് അല്ല പറയുന്നത്, പക്ഷേ ഒരു ലിമിറ്റഡ് സ്പേസിൽ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് കഥ പറയുന്ന സിനിമകളുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സിനിമയാണിത്. താമർ കെ വി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ വിഷ്ണു അഗസ്ത്യ, വിദ്യ വിജയകുമാർ, രമ്യ സുരേഷ്, പിന്നെ ഒരുപാട് പുതുമുഖങ്ങളൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഈ സിനിമയുടേത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല മലയാള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്.